അപ്പോൾ ഇന്ന് പോകുന്നത് ജർമ്മനിയിലെ ആലപ്പുഴ ബീച്ചിലോട്ടാണ്. വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ആലപ്പുഴ ബീച്ചുമായിട്ട് കിടപിടിക്കുന്ന ഒരു ബീച്ചിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ബീച്ചിൽ ഇറങ്ങാനുള്ള എല്ലാ സെറ്റപ്പുകളായിട്ടാണ് നമ്മൾ പോയത്. പോകുന്ന വഴി ജർമ്മനിയാണ്. എന്ത് കിടിലം വ്യൂസ് ആണെന്നറിയോ. എൻ്റെ അപ്പുറത്തിരുന്ന് മറിയോന്ന് പറഞ്ഞത് ആ കാണുന്ന ട്രെയിൻ മറ്റേ പുള്ളിയുള്ള സമയത്തുള്ളതാണ്. അറിയാൻ പറ്റത്തില്ല, ചിലപ്പോൾ സീബാഡിൽ ചെന്നിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കാണാം. ഈ ബ്രിഡ്ജ് കയറണമെങ്കിൽ പൈസ കൊടുക്കണം. പിന്നെ പൈസ കൊടുത്ത് പോകേണ്ട പരിപാടിക്കൊന്നും നമ്മൾ അങ്ങനെ പോയില്ലല്ലോ. എനിക്കൊക്കെ റൂമിന്റെ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വിശപ്പിന്റെ വിളി തന്നെ. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി സീബാഡ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ ഒരു കഫേ ഉണ്ട്. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ 4 യൂറോയ്ക്ക് ഫുഡ് കഴിച്ചു. പിന്നെ പോകുന്ന വഴി ഇങ്ങനെ കുറച്ച് കാഴ്ചകൾ കണ്ടു. സിറ്റി ടൂർ പോലൊരു സംഭവം തോന്നുന്നു. പിന്നെ കുറച്ച് കുതിരക്കുട്ടന്മാർ. സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 10-12 മിനിറ്റോളം നടക്കാനുണ്ട് ബീച്ചിലോട്ട്. പിന്നെ പോകുന്ന വഴി അത്ര ബോറിംഗ് ഒന്നും അല്ല. ഈ ജയന്റ് വീൽ കണ്ടപ്പോൾ നമ്മളൊന്ന് സ്റ്റക്കായി. അവിടെയും എത്ര യൂറോ ആവുമെന്ന് നമ്മൾ ചെന്ന് ചോദിച്ചു. പക്ഷേ 8 യൂറോ ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തു. പക്ഷെ നമ്മൾ വിചാരിച്ചു കൂട്ടല്ലായിരുന്നു ബീച്ച്. അതിലാരും ഇറങ്ങുന്നില്ല. പിന്നെ ഇറങ്ങിയിട്ട് അവരുടെ നിന്ന് തെറി മേടിക്കണ്ടാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയില്ല. 5 ഡിഗ്രി തണുപ്പാണ്. സീയുടെ കുറച്ച് എക്സ്റ്റെൻഡ് വരെ അകത്തോട്ടൊരു പാലം പോലുണ്ട്, കുറച്ച് കഫേകൾ. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ കിടിലം വ്യൂ ആണ്. ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ യാത്രകളും കാഴ്ചകളും കിടിലനായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ട്രാവലും ആയിരുന്നത്. സമ്മറിൽ ഒന്നുകൂടെ പോകണം, അതാണ് ഇനി പ്ലാൻ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ